നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡോ തേലപ്പള്ളി. വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡ് അവർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടുള്ള പാരാസെയിലിംഗ്. മാൾട്ട എന്ന് പറയുന്നത് ഇപ്പോൾ സമ്മർ അതിൻ്റെ ഏറ്റവും ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഓൾറെഡി നമ്മൾ മലയാളികളും മറ്റുള്ള ടൂറിസ്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയുടെ വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈഫ് ആഷ്ലിയും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് പാരാസെയിലിങ്ങിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഞാനത് നമ്മുടെ വാട്സപ്പിലിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. നാട്ടിൽ നിന്നും ഇവിടെ നിന്നുള്ള ഒരുപാട് പേര് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കണ്ടായി. അപ്പം ഞാൻ അത് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റിയാലോ എന്ന് തോന്നി. അപ്പോൾ അധികം വലിയ ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കാണാത്ത ഒരു സിനിമയുടെ കഥ പറയുന്ന അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് ഞാൻ പോയില്ല എങ്കിലും അവളുടെയൊക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരു കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന ആകാശത്തൂടെ പറക്കാൻ കിട്ടുന്ന ഒരു അവസരം നമുക്കിവിടെ ഉള്ളത്. നമ്മൾ അത് അനുഭവിച്ചറിയേണ്ടത് അവൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് ഉപയോഗിച്ചു. അപ്പം നമ്മൾ സിനിമയിൽ മാത്രമൊക്കെയാണ് ഈ പറയുന്ന ആകാശത്തൂടെ പറക്കുന്ന പാരാസെയിലിങ്ങിൻ്റെ ഒക്കെ കണ്ടത്. നമുക്കിവിടെ അനുഭവിച്ചറിയാൻ ഏറ്റവും അടുത്ത് കിട്ടിയിരിക്കുന്ന അവസരമാണ്. അപ്പം നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് അല്പം പേടിയുള്ളതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ ഈ പറഞ്ഞ പരിപാടിക്ക് പോകാതിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അതിന് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വീഡിയോയിലേക്ക് നേരെ കയറാം. നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ട്രിപ്പ് ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോട്ടിൽ 8 പാസഞ്ചേഴ്സാണ് അവർ ട്രാവൽ ചെയ്യാനായിട്ട് അലോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആഷ്ലിയും അവർ ഫ്രണ്ട്സ് കൂടാതെ അവരുടെ വേറെ 4 ടൂറിസ്റ്റുകളും ഓൾറെഡി ഈ ബോട്ടിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് സ്ലീമയിൽ നിന്നാണ്. സ്ലീമയിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് അത് കടലിൻ്റെ ഉൾഭാഗത്തോട്ട് പോകുന്നു. നമ്മുടെ സീഷോറിൻ്റെ ഏരിയയിൽ നിന്ന് അല്പം മാറിയിട്ടുള്ള ലൊക്കേഷനാണ്. ഫ്ലൈ ചെയ്യാനായിട്ടുള്ള നല്ല തടസ്സങ്ങളില്ലാത്തൊരു ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്കാണ് ആദ്യ യാത്ര പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബോട്ടിൻ്റെ വിൻഡിൻ്റെ കാര്യങ്ങൾ ക്ലൈമറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അവർ ഫ്ലൈ ചെയ്യാനുള്ള ഈ എയർ ബലൂൺ അവരത് ഒരുക്കുന്നു. അത് ഒറ്റ ശ്രമത്തിലൊന്നും അത് നിവരുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അവർ പരിശ്രമിക്കുന്നു. അവസാനത്തിലാണ് ലക്ഷ്യം കാണുന്നത്. അതിനുശേഷമാണ് നമുക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോക്കോള്, സീറ്റിങ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഉയരത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ അംഗങ്ങൾ അവർ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നമ്മളുടെ എയറിൽ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയം തരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്ന ഇതിന് നമുക്ക് അധികം കാശൊന്നും വരുന്നില്ല. 40 യൂറോയാണ് പെർ ഹെഡ് അവർ ഈ പറയുന്നതിന് ചാർജ് ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റ് ടൈം മാൾട്ട എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന നമ്മുടെ പറക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണം ചെയ്തത്. ഇവർക്ക് ഇത് കൂടാതെ തന്നെ ഇവർക്ക് ചാർട്ടേഡ് ബോട്ടുകളുണ്ട്. എല്ലാ സർവീസും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യത്തേക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മാൾട്ട കാണാം. ഒരു ചെറിയ എന്താ പറയുന്നത്, നമുക്ക് ഏറ്റവും ആസ്വാദികരമായ നിമിഷങ്ങളാണ് ഏറ്റവും മുകളിൽ ചെന്ന്. പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും അത് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ഓരോ നിമിഷവും അവർ വളരെ എൻജോയ് ചെയ്തു എന്നാണ്. തുടക്കത്തിൽ പോകാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും ഓരോ നിമിഷവും അവർ എൻജോയ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ.